ഒരു വെൽക്കം ബാക്ക്. കുറേ നാളായി കണ്ടിട്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി വന്നു. ഒരു മാസത്തിനടുത്താണെന്ന് തോന്നുന്നു, പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഒരു കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു 1-2 ക്ലയൻ്റ് ഉണ്ടായിരുന്നു. ക്ലയൻറ്റ് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ക്ലയൻറ്റിൻ്റെ പ്രോജക്റ്റ് മാനേജ് ചെയ്യണമായിരുന്നു. ബിസിനസ് അനാലിസിസ് ചെയ്യണമായിരുന്നു. പിന്നെ അതേപോലെ അവരുടെ സിസ്റ്റം എഞ്ചിനീയർ ചെയ്യണം. അങ്ങനെ കുറച്ച് ടാസ്കുകളുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിൽ മാറ്റം വന്നു. അതിനുശേഷം പിന്നെ അത് റീവർക്ക് ചെയ്യേണ്ടി വന്നു. പുതിയൊരു സെറ്റപ്പിലേക്ക് എത്തി. എന്നാലും അത് കുറേയൊക്കെ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫ്രീ ആയത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എൻജിനെക്സ് വീണ്ടും ഒന്ന് കവർ ചെയ്ത് തീർക്കാമെന്ന് വെച്ചു. എന്നുവെച്ചാൽ തീർക്കലല്ല, മീൻസ് അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എൻജിനെക്സ് വേർഷൻ 2 മീൻസ് സെക്കൻഡ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻജിനെക്സ് എന്താണെന്നും അല്ലെങ്കിൽ വെബ് സെർവർ എന്താണെന്നും വെബ് സെർവറിൻ്റെ ടൈപ്പ് പഠിച്ചു. അതിനുശേഷം എന്താണ് എൻജിനെക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി. എൻജിനെക്സ് ഒരു ലോഡ് ബാലൻസർ ആക്ട് ചെയ്യാം, പ്രോക്സി ആക്ട് ചെയ്യും, അതേപോലെ തന്നെ ഒരു വെബ് സെർവറുമായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞത് വാട്ട്, വൈ ആൻഡ് ഹൗ എന്ന് പറഞ്ഞിട്ട് 3 ഫിലോസഫി പറഞ്ഞു. അതിനകത്ത് വാട്ട് എന്ന് പറഞ്ഞ സാധനം ഒരുവിധം കഴിഞ്ഞു, എന്നാലും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എന്താണ് എൻജിനെക്സ് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം വൈ, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോക്സി ആയിട്ട് ലോഡ് ബാലൻസറും വെബ് സെർവറുമായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി അത് ഹൗ ആണ് നോക്കേണ്ടത്. എന്തായാലും വീണ്ടും നമ്മൾ ഓരോ ടൈം എടുക്കുമ്പോഴും വാട്ട്, വൈ ആൻഡ് ഹൗ നോക്കും. കാരണം നമുക്ക് എങ്ങനെയാണ് ലോഡ് ബാലൻസറായിട്ട് ആക്ട് ചെയ്യാൻ നോക്കണം. അതേപോലെ തന്നെ പ്രോക്സി ആയിട്ട് എങ്ങനെയാണ്, അതേപോലെ തന്നെ HTTPയെക്കുറിച്ച് കൂടുതൽ അറിയണം. അപ്പോൾ ഇന്നത്തേതിനകത്ത് ഞാൻ അതിനെ ഹൗ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എൻജിനെക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻജിനെക്സിൻ്റെ കോൺഫിഗറേഷൻ എന്താണ് എന്ന് ഒരു ചെറിയൊരു സെഷനിലൂടെ കാണിച്ചു തരാം. അപ്പം എൻജിനെക്സ് ഞാൻ പറഞ്ഞു ലിനക്സിൻ്റെ പാക്കേജാണ്. വിൻഡോസിന് വേണ്ടിയിട്ടാണെങ്കിൽ .NET പാക്കേജ് IAS എന്ന് പറഞ്ഞ സെർവറുണ്ട്. എന്നാൽ അപ്പാഷെ, HTTP, അതേപോലെ തന്നെ എൻജിനെക്സ് ഒക്കെ ലിനക്സ് വേണ്ടി ഇറക്കിയതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ആ പാക്കേജ് റൺ ചെയ്യണമെങ്കിൽ, സർവീസ് റൺ ചെയ്യണമെങ്കിൽ എനിക്ക് ലിനക്സിൻ്റെ മെഷീൻ വേണം അല്ലേ? അപ്പോൾ ഞാനിവിടെ എനിക്കിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിനക്സ് മെഷീൻ നിങ്ങളുടെ ലോക്കൽ മെഷീനിൽ റൺ ചെയ്യാം. VMwareലോ അല്ലെങ്കിൽ വിർച്വൽ ബോക്സിലോ നിങ്ങൾക്ക് ലോക്കൽ മെഷീൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് റൺ ചെയ്യാം. അതല്ല, എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനത് ഒരു ടെസ്റ്റ് കേസ് മാത്രമല്ല, കാരണം അത് ഫ്യൂച്ചർ അപ്ഡേറ്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ക്ലൗഡ് സർവീസാണ്. എന്ന് വെച്ചാൽ ആമസോൺ വെബ് സർവീസസിൽ ഒരു EC2 എന്ന് പറഞ്ഞിട്ടൊരു സർവീസിനകത്ത് ഒരു ലിനക്സ് മെഷീൻ ഓടിക്കാൻ പോവുകയാണ്, ഉബുണ്ടുവിൻ്റെ. അതിൻ്റെ ടോപ്പിലായിരിക്കും ഞാൻ എൻജിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഞാനൊരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാൻ 43 മിനിറ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. അതിനകത്തൊരു പബ്ലിക് IP അഡ്രസ് ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് പബ്ലിക്കലി അത് ആക്സസ് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റിൽ കാണിക്കാനും പറ്റും. അപ്പോൾ IP ബേസ്ഡ് ഹോസ്റ്റിംഗ് കാണിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിവിടെ വന്നു. അതിനുശേഷം ലോഞ്ച് ഇൻസ്റ്റൻസ്, ഇപ്പോൾ AWSൻ്റെ EC2 എന്ന് പറഞ്ഞിട്ടൊരു സർവീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റഗറീസ് കാണാം. അതിനകത്ത് വെർച്വൽ സർവീസ് ആൻഡ് ക്ലൗഡ്. അപ്പോൾ അത് കമ്പ്യൂട്ടിനകത്താണ്. കമ്പ്യൂട്ടിനകത്ത് AWS EC2 എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഉണ്ട്. EC2ൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻസ് കാണാം, നിങ്ങളുടെ റൺ ചെയ്യുന്ന ഇൻസ്റ്റൻസ് കാണാം. അപ്പോൾ അതിനകത്ത് ഞാൻ എൻജിനെക്സിൻ്റെ ലേണിംഗ് സർവീസ് ഞാൻ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഓടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുക, അതിൻ്റെ മാൻഡേറ്ററി ഫീൽഡ് മാത്രം കൊടുക്കുക. ഇവിടെ ഞാൻ അതിൻ്റെ പേര് കൊടുത്തു, ടെസ്റ്റ് എന്നെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേര് വരും. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ഫ്ലേവർ ഏതാണെന്ന് നോക്കണം. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് നോക്കണം. അതിനകത്ത് ഞാൻ ഉബുണ്ടു ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഫ്രീ ടിയർ ആണ്. ഇതൊക്കെ ഞാൻ AWSൽ കവർ ചെയ്യേണ്ട സാധനമാണ് കൂടുതലായിട്ടും. അതിനകത്ത് മെഷീൻ ടൈപ്പിനകത്ത് ഒരു വെർച്വൽ CPU ഉണ്ടാവും, 1 GB മെമ്മറി ഉണ്ടാവും. അതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഗ്രേഡ് ആയിട്ടുള്ള സാധനം ഓടിക്കുന്നതല്ല, നമ്മൾ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ചെറിയ മെഷീനാണ്. അതിനുശേഷം ഒരു കീ പെയർ, എന്ന് വെച്ചാൽ നമ്മളറിയാം ക്ലൗഡിലാണ് റൺ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അതിനോട്ട് റിമോട്ട് കണക്ടിവിറ്റി വേണം. ആ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് പബ്ലിക്കലി ആക്സസിബിൾ ആയിട്ടുള്ള VPC ഉണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ പബ്ലിക്കലി അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എവിടെ നിന്ന് കണക്ട് ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ പാസ്വേഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ SSH കീസ് ഉപയോഗിക്കുന്നത്, സെക്യൂർ കീസ്. അപ്പോൾ അതെന്താണെന്ന് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ ലിനക്സിൻ്റെ സെക്ഷനിലോ അല്ലെങ്കിൽ ക്ലൗഡിൻ്റെ സെക്ഷനിലോ പറയുന്നതായിരിക്കും നല്ലത്. എങ്ങനെയാണ് ഒരു PKI ഇൻഫ്രാസ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കീ എക്സ്ചേഞ്ച് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തൊരു കീ പെയർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്നുണ്ട് ഏതുതരം അൽഗോരിതമാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ RSA അൽഗോരിതം ഉപയോഗിച്ചു. അതിനുശേഷം PEMKey ആണ്. PEMKey എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ SSH ഉപയോഗിക്കാൻ പറ്റുന്നതും പുട്ടി വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് PPK എന്ന് പറഞ്ഞ ഫോമാറ്റ്. അപ്പോൾ എനിക്ക് പുട്ടിയില്ല, ഞാൻ ഓപ്പൺ SSH ഉപയോഗിക്കുകയാണ്.
പെം കീ ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അതിനുശേഷം കീപ്പയർ ചെയ്യുന്നു. അപ്പം ഓൾറെഡി എൻ്റെ അകത്ത് കീപ്പയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നെക്സ്റ്റ് വേഴ്സ് എന്ന പേര്. അപ്പോൾ നെക്സ്റ്റ് വേഴ്സ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ഡിഫോൾട്ട് നെറ്റ്വർക്ക്സ് ഇതിനകത്തൊന്നും ഞാൻ മാറ്റം വരുത്തുന്നില്ല. എല്ലാം ഡിഫോൾട്ടാണ് സെറ്റിങ്സ്. സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫയർ വാളായിട്ട് ആക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ആര് കയറണ്ട, ഏത് സർവീസിനെ ലിസൺ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത് SSHനെ കണക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ അറിയാലോ, മെഷീൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSH നിർബന്ധമാണ്. അതില്ലെന്നുണ്ടെങ്കിൽ മെഷീനിലേക്ക് കണക്ടിവിറ്റി കിട്ടത്തില്ല. അപ്പം അതിനകത്ത് ബൈ ഡിഫോൾട്ട് വന്നേക്കുന്ന ചെക്ക് എന്ന് പറഞ്ഞാൽ SSHനെ എവിടെ നിന്ന് വേണമെങ്കിലും കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നാരോ ഡൗൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ IP അഡ്രസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റം റേഞ്ചസ് വേണമെങ്കിൽ കൊടുക്കാം. ഏതെങ്കിലും ഒരു സബ്നെറ്റൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് റെസ്ട്രിക്ഷൻ ചെയ്യാം, എന്ന് വെച്ചാൽ ഫൈൻ ഗ്രൈൻ ചെയ്യാം. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും SSH ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ മെഷീനെ കോൺഫിഗർ ചെയ്തേക്കുന്നത്. അതിനുശേഷം എൻ്റെ ഡിഫോൾട്ട് സ്റ്റോറേജ് 8 GB റൂട്ട് വോളിയം കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് വോളിയം എടുക്കാം. ഇപ്പം ഞാൻ 8 മതി. എനിക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ റൺ ചെയ്യാൻ 8 GHz മതിയാവും. ഞാൻ ഒരുപാടൊന്നും സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സമ്മറി കാണാൻ പറ്റും. ഒരു വെർച്വൽ മെഷീൻ, അതിനകത്ത് ഉബുണ്ടുവിൻ്റെ ഇമേജ് ഉപയോഗിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലോഞ്ച് ചെയ്യുന്നു. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മെഷീൻ അപ്പാവും. ആ മെഷീൻ അപ്പായി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ആൻ ഇൻസ്റ്റൻസ്. അപ്പോൾ എനിക്കെന്ത് ഇവിടെ മെഷീൻസ് കാണാം. അപ്പോൾ അതിനെന്ത് IP അഡ്രസ് ഉണ്ട്, IP അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മറ്റേ മെഷീൻ ഇപ്പം അങ്ങോട്ട് ഷട്ട് ഡൗൺ ചെയ്യാണ്. ഓൾറെഡി നമുക്ക് ഇത് കാണാത്തതുണ്ട്. 117 ഓക്കെ, ദിസ് ഈസ് 1303. ഇത് വേറൊരു സബ്നെറ്റാണ്. ഇതിൻ്റെ സബ്നെറ്റ് റേഞ്ചൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ IP റേഞ്ചസിനെ കുറിച്ചൊക്കെ പഠിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത മെഷീൻ അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യാണ്. ടെർമിനേറ്റ് ഇൻസ്റ്റൻസ്, ടെർമിനേറ്റ്. അപ്പം ഞാൻ ആ മെഷീനെ കില്ല് ചെയ്തു. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാം. മെഷീൻ ടെർമിനേഷനിലാണ്. ഇപ്പം ഞാൻ ഫിൽറ്റർ ഒഴിവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെർമിനേറ്റ് മെഷീൻ ഇവിടെ കാണാൻ പറ്റും. ഷട്ടിങ് ഡൗൺ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്ത പ്രൊസീജിയർ. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മെഷീൻ അപ്പായി ആ മെഷീനിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ആ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പൺ SSH ചെയ്യലാണ്. SSH ചെയ്യണമെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾക്കുള്ളത് ബ്ലാക്ക് സ്ക്രീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം കമാൻഡ് ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് നല്ലതറിയണം, ലിനക്സ് അറിയണം, ലിനക്സിൻ്റെ ബേസിക് കമാൻഡ്സ് അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തൊരു ടെർമിനൽ വേണം. എങ്ങനെയാണ് SSH ചെയ്യാന്നുള്ളത് എനിക്ക് ടെർമിനൽ വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടെർമിനൽസ് വേണം. കാരണം ബ്രൗസറിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് UI ഒന്നും ക്ലിക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഓപ്ഷൻ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിക്കാം. മറ്റുള്ളതാണ് പവർ ഷെൽ ഉപയോഗിക്കാം. പവർ ഷെൽ മൈക്രോസോഫ്റ്റിൻ്റെ ആണ്. അപ്പോൾ ഇത് രണ്ടും വിൻഡോസ് നേറ്റീവാണ്. എനിക്ക് വിൻഡോസ് അത്ര പരിചയമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ വിൻഡോസിൻ്റെ വിൻഡോസ് കമാൻഡ് പ്രോംപ്റ്റ് ഓറിയൻറ്റഡ് അല്ല. അല്ലെങ്കിൽ തന്നെ കൂടുതലും ഈ പറഞ്ഞ UI ബേസ്ഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലിനക്സ് കമാൻഡ്സ് ഒക്കെ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും നോട്ട് റെക്കഗ്നൈസ്ഡ് ആൻ ഇൻറ്റേർണൽ കമാൻഡ്, ഇത് ഒരു ബാച്ച് ഫയൽ അല്ല എന്ന് പറയുന്നത്. ബാച്ച് ഫയൽസ് ആണ് അതിനെ വിൻഡോസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ LS ഒരു ബാച്ച് ഫയൽ അല്ല. അപ്പം ലിനക്സിൻ്റെ കമാൻഡ്സ് ഇതിനകത്ത് എടുക്കത്തില്ല. അതിനകത്ത് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോസിൻ്റെ കമാൻഡ്സ് ഉപയോഗിക്കണം, DIR ഒക്കെ പോലെ. പക്ഷേ ഞാൻ വിൻഡോസ് കമാൻഡ്സ് എനിക്ക് വലിയ ഫെമിലിയർ അല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഞാൻ ഗിറ്റ് ബാഷ് എന്ന് പറഞ്ഞ ഷെൽ ഉപയോഗിക്കുന്നു. ഗിറ്റ് ബാഷ് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഷെല്ല് റൺ ചെയ്യുന്നത് ലിനക്സിൻ്റെ ആയിരിക്കും. പക്ഷേ അത് ലിനക്സിൻ്റെ ഷെല്ല് വിൻഡോസ് കമാൻഡ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം ആ റെസ്പോൺസ് ആയിരിക്കും തരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ LS അടിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ LS അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഡീറ്റെയിൽസ് കിട്ടും. കാരണം ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ഈ ലിനക്സ് ഷെൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ മറ്റേ കമാൻഡായിട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതാണ് അതിൻ്റെ റിയാലിറ്റി ബാക്ക് എൻഡിൽ. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ LS ടൈപ്പ് ചെയ്തു. എനിക്ക് അതിനകത്ത് ഫയൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് nextverse.pem എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റ്സിനകത്തൊരു ഫയലുണ്ട്. കാരണം ഞാൻ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു നേരത്തെ. ആ പറഞ്ഞ PMK നിങ്ങൾ എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഫയൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. നിങ്ങളത് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. എപ്പോഴും പ്രൈവറ്റ് കീസ് എപ്പോഴും സേഫ് ആയിട്ട് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഇതിനകത്ത് കോംപ്രമൈസ് ചെയ്യും. പബ്ലിക് കീസ് ആർ പബ്ലിക്, പ്രൈവറ്റ് കീസ് ആർ പ്രൈവറ്റ്. ഓക്കെ, അപ്പം ഞാനകത്ത് ഉപയോഗിക്കുന്ന ഓപ്പൺ SSH കമാൻഡാണ്. SSH കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഓപ്പൺ SSH ആണ്, അതുകൊണ്ട് എനിക്ക് PEM കീ മതിയാവും. സോ PEM കീ ഐ എം യൂസിങ് PEM കീ. സോ അതിനകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് PEM കീ എവിടെ കിടക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാത്ത് കൊടുക്കുന്നു -i എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ അതിനകത്ത് ഞാൻ എടുത്തുതരാം. SSH -i എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഫയലിൻ്റെ പാത്ത് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കലാണ്. nextverse.s. അതിനുശേഷം നിങ്ങളുടെ കണക്ഷൻ എങ്ങനെയാണ് കണക്ഷൻ പോകേണ്ടത്, ubuntu @ അത് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കണക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSH ക്ലയൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കമാൻഡ് പ്രോംപ്റ്റിൽ ഇത് കിട്ടും, എങ്ങനെ കണക്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു SSH -i ubuntu @ IP അഡ്രസ്. ഇത് ഡൊമൈൻ നെയിമാണ്. ഡൊമൈൻ നോക്കണ്ട, നിങ്ങൾക്ക് അതിൻ്റെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒന്നുകൂടെ കമൻറ്റ് എടുക്കുന്നു.
അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഫിംഗർ പ്രിൻറ്റ്സ് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഞാൻ SSH കീസിനെ കുറിച്ച് പറയുമ്പോഴായിരിക്കും ഇത് ഏറ്റവും നല്ലത് പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഓക്കെയാണ്, ഫിംഗർ പ്രിൻറ്റ് ഞാൻ കണക്ട് ചെയ്യാൻ അഗ്രി ചെയ്യുന്നുണ്ട്. സോ കണക്ഷൻ സക്സസ്ഫുൾ. അപ്പോൾ എന്ത് ചെയ്യുക, റിമോട്ട് മെഷീനിലേക്ക് കയറി അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ലാസ്റ്റ് ലോഗിൻ ഇപ്പോഴാണ് ചെയ്തത്, ഉബുണ്ടു മെഷീനിലേക്ക് എത്തി. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ AWS ഇൻസ്റ്റൻസിലാണ്. ഇനി എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഏതൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും ആ പാക്കേജിനെ റിപ്പോസിറ്ററി ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ റിപ്പോസിറ്ററി മാനേജർ ഉണ്ട്. എന്ന് വെച്ചാൽ ഉദാഹരണം നമ്മൾ ആപ്പിൾ ആണെങ്കിൽ, ഐഫോൺ ആണെങ്കിൽ ഐഫോണിനകത്ത് ആപ്പിൾ സ്റ്റോർ ഉണ്ട്, ആൻഡ്രോയിഡ് ആണെങ്കിൽ അതിനകത്ത് പ്ലേ സ്റ്റോർ ഉണ്ട്. ഇതിനകത്താണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്ന അവിടെ ആയിരിക്കും അല്ലേ. എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ലിനക്സ് മെഷീൻസിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങളുടെ റിപ്പോസിറ്ററി മാനേജർ ഉണ്ട്. ഇപ്പം ഉബുണ്ടുവിൻ്റെ കേസിലാണെങ്കിൽ APT ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് റിപ്പോസിറ്ററി മാനേജർ ആയിരിക്കും. സെൻറ്റോസിന് അപ്പം റെഡ് ഹാറ്റ് ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾ മാനേജറോ അല്ലെങ്കിൽ RPM ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിസ്ട്രോ ഏതാണെന്ന് നോക്കിയിട്ടാണ് നിങ്ങളുടെ പാക്കേജ് മാനേജർ ആണെന്ന് ബൈ ഡിഫോൾട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഉബുണ്ടു ആണ്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, APT ഗെറ്റ് എന്ന് പറഞ്ഞൊരു അവസാനമുണ്ട്. ഞാൻ എൻ്റെ മാൻ പേജ് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ എൻ്റെ മാനുവൽ കാണിച്ചു തരാം. ഇതുണ്ടോ, APT പാക്കേജ് ഹാൻഡ്ലിംഗ് യൂട്ടിലിറ്റി, കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേ സ്റ്റോർ പോലെ ഒരു UI ഒന്നും കാണത്തില്ല, ജസ്റ്റ് കമാൻഡ് പ്രോംപ്റ്റ് ആയിരിക്കും. അതിനകത്ത് നിങ്ങൾ കുറേ സബ് കമാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ കമാൻഡാണ്. ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ഫോളോഡ് ബൈ വൺ ഓർ മോർ പാക്കേജ് ഡിസൈഡ് ഇൻസ്റ്റാളേഷൻ അപ്ഗ്രേഡിങ്. അപ്പോൾ നിങ്ങൾ കാണാൻ പഠിക്കുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ എപ്പോഴും സൂഡോ ഉപയോഗിക്കണം, കാരണം എനിക്ക് പ്രിവിലേജ് എക്സ്കലേറ്റ് ചെയ്യണം. കാരണം റൂട്ടായിട്ട് മാത്രമേ നമുക്ക് ഏതൊരു പാക്കേജും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഉബുണ്ടുവിനാണെങ്കിൽ ഇതിനകത്ത് റൂട്ട് പ്രിവിലേജ് ഉണ്ട്. അല്ലെങ്കിൽ ID ഓഫ് ഉബുണ്ടു അടിച്ചു കഴിഞ്ഞാൽ ഇത് ലിനക്സിലേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ പറയേണ്ടി വരും. ഇതിനകത്തുണ്ട് ഉബുണ്ടു സൂഡോ പ്രിവിലേജ് ഉള്ള യൂസറാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഉബുണ്ടുവിന് റൂട്ടിൻ്റെ എക്സിക്യൂഷൻസ് നടത്താൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നു സൂഡോ APT ഗെറ്റ്. ആദ്യം നമ്മൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വെച്ചോ, Nginx എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പറയുന്നു എവിടെയാണ് എറർ വന്നത്, ഡു യു വാണ്ട് കണ്ടിന്യൂ എന്ന് വെച്ചാൽ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ തുടക്കത്തിലാണ്, ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടാണ്, നിങ്ങൾ തുടക്കത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറയും നോ പാക്കേജസ് അവൈലബിൾ, ഇതിനിങ്ങനെ പാക്കേജ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഫെയിൽ ആകുമെന്ന് പറയും. കാരണം നിങ്ങൾക്ക് പാക്കേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങളുടെ റിപ്പോസിറ്ററി അപ്ഡേറ്റ് ചെയ്തിരിക്കണം. സോ APT ഗെറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിപ്പോസിറ്ററിയുടെ URLസിൽ പോയി അതിൻ്റെ ലേറ്റസ്റ്റ് ഡേറ്റ എന്താണോ അതിനനുസരിച്ച് ഫെച്ച് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ ബൈ ഡിഫോൾട്ട് ഫസ്റ്റ് ടൈം ഇൻസ്റ്റാളേഷൻ സമയത്ത് നിങ്ങളുടെ റിപ്പോസിറ്ററി ഔട്ട്ഡേറ്റഡ് ഒബ്സൊലീറ്റ് ആയിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ എല്ലാ റിപ്പോസിറ്ററിയും പോയി ഫെച്ച് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, നോ പാക്കേജ് കാണിക്കും. എന്നാൽ ഇത് അപ്ഡേറ്റ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ വേറെ കസ്റ്റം പാക്കേജസ് ആണെങ്കിൽ ആ കസ്റ്റം പാക്കേജിൻ്റെ റിപ്പോസിറ്ററി നിങ്ങൾ ആഡ് ചെയ്യണം. APT ആഡ് എന്ന് പറഞ്ഞിട്ട് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ റിപ്പോസിറ്ററി ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ആ റിപ്പോസിറ്ററി എടുക്കത്തുള്ളൂ. അതല്ലാതെ ഇതിപ്പോൾ ഉബുണ്ടുവിൻ്റെ റിപ്പോസിറ്ററിയിലുള്ളതാണ്. ഇതൊക്കെ ഉബുണ്ടു അറിയുന്ന റിപ്പോസിറ്ററീസ് ആണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഇൻസ്റ്റാൾ ചെയ്യണം. എന്ത് ഇൻസ്റ്റാൾ ചെയ്യണം, ഇൻസ്റ്റാൾ Nginx ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നു. അപ്പോൾ പറയുന്നു നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ റിപ്പോസിറ്ററി കണ്ടുപിടിച്ച് കഴിഞ്ഞു, നിങ്ങൾക്ക് പോകണോ വേണ്ടതെന്ന്. അപ്പോൾ യെസ് കൊടുത്തു, I കൊടുത്തു. അപ്പോൾ എന്ത് Nginx ഇൻസ്റ്റാളേഷൻ നടക്കുന്നു. Nginx ഇൻസ്റ്റാളേഷൻ നടന്നു. Nginx സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഏതൊരു ലിനക്സിലാണെങ്കിൽ ഏതൊരു സർവീസിൻ്റെ ഡീമൺസ് ആണ് വിളിക്കുന്നത്. ഡേമൺസ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് റണ്ണിങ് പ്രോസസ് ആയിരിക്കും. അത് എപ്പോഴും ഇങ്ങനെ സർവീസ് ബാക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മെഷീനെ സെർവറാക്കി മാറ്റുന്നത്. എന്ന് വെച്ചാൽ അത് സർവീസ് എപ്പോഴും ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയും അതെപ്പോഴും സർവീസ് കൊടുക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഈ കേസിലാണെങ്കിൽ നമുക്ക് സിസ്റ്റം CTL ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സിസ്റ്റം കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സർവീസ് നോക്കണം. എപ്പോഴും ടാബ് ഉപയോഗിക്കണം, എന്നാലും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഹ്യൂമൻ എറർ ഉണ്ടാകും. സിസ്റ്റം CTL സ്റ്റാറ്റസ് Nginx. അപ്പോൾ അതുകൊണ്ട് Nginx ആക്റ്റീവ് ആണ്, റണ്ണിങ് ആണ്. എന്ന് വെച്ചാൽ ഇത് ഡേമൺ ആണ്. അതുപോലെ തന്നെ systemd ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു, അതിനെ സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ മെഷീൻ അപ്പാവുന്ന സമയത്ത് ഈ പറഞ്ഞ സർവീസ് സ്റ്റാർട്ട് ആകണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ ഇനിറ്റ് സർവീസസ്. അപ്പോൾ ഈ സർവീസ് റണ്ണാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണം എന്ന് ചോദിച്ചാൽ I need to see the service. അപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ റൺ ചെയ്തില്ല. അതിനൊരു കാരണമുണ്ട്. അപ്പം ഞാനിത് എൻ്റെ സർവീസ് റണ്ണിങ് ആണ്, പക്ഷേ എൻ്റെ IP അഡ്രസ്സിൽ ആ സർവീസ് ലിസൺ ചെയ്യുന്നില്ല അല്ലേ.
അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ സർവീസ് കോൺഫിഗറേഷൻ നോക്കണം. എന്താണ്, അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യാണ്. അപ്പം അതിന് മുമ്പ് ഞാനൊരു കമാൻഡ് കൂടെ പറഞ്ഞുതരാം. ട്രീ എന്ന് പറഞ്ഞ കമാൻഡ് നമ്മളുടെ എപ്പോഴും ഫയൽ സിസ്റ്റം നോക്കുന്ന ഒരു കമാൻഡാണ്. അതിന് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് sudo apt get install tree. അപ്പോൾ ഓൾറെഡി എൻ്റെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ട്രീ ലൈക്ക് സ്ട്രക്ചർ. നിങ്ങളുടെ ഹൈറാർക്കി എത്രയാണോ അതനുസരിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഓരോ ഇതിൻ്റെ ലിനക്സിൻ്റെ ഫയൽ സിസ്റ്റം മുഴുവൻ സ്കാൻ ചെയ്തതിന് ശേഷം ആ ഫയൽ സിസ്റ്റം മുഴുവൻ എങ്ങനെയാണോ അതിനെ ഹൈറാർക്കിക്കലി സ്ട്രക്ചർ ചെയ്തേക്കുന്നത്, ഓർഗനൈസ് ചെയ്തേക്കുന്നത് കാണിച്ചു തരുന്നതാണ് ഈ പറഞ്ഞ ട്രീ എന്ന് പറഞ്ഞ കമാൻഡ്. അപ്പോൾ അതിനകത്ത് കാണാം നിങ്ങളുടെ ഓരോ ഫോൾഡറിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പം ഇപ്പോൾ എൻജിനെക്സിൻ്റെ കേസിലാണെങ്കിൽ ഏതൊരു കോൺഫിഗറേഷൻ ഫയലും ഏതൊരു സർവീസ് ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങളുടെ കോൺഫിഗറേഷൻ ഫയൽ കിടക്കുന്നത് എപ്പോഴും ETCയിലായിരിക്കും, /etc എന്നുവെച്ചാൽ എറ്റ്സെട്ര എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും നിങ്ങളുടെ എല്ലാ കോൺഫിഗറേഷൻ ഫയൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകേണ്ടത് HC ഫോൾഡറിലായിരിക്കും, ETC ഫോൾഡറിലായിരിക്കും. അപ്പോൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് എൻജിനെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാം, IJKLMN എന്ന് വെച്ചാൽ ആൽഫബറ്റിക് ഓർഡറിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. LMN എൻജിനെക്സ് ഒരു ഫോൾഡറാണ്. എന്ന് വെച്ചാൽ നീല നിറത്തിൽ കാണുന്നത് എന്താണോ അത് നിങ്ങളുടെ ഡയറക്ടറി ആയിരിക്കും. ഫസ്റ്റിൽ D എന്ന് എഴുതിയേക്കുന്നത് ഡയറക്ടറിയാണ്, അത് നീല നിറത്തിലായിരിക്കും. ഫയൽസ് ആണെങ്കിൽ അതിനകത്തൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലിങ്ക്സ് ആണ് കേട്ടോ. ഇത് സിംബോളിക് ലിങ്കാണ്, അതിന് L എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫയലിനെ മറ്റൊരു ഫയലുമായിട്ട് റെഫർ ചെയ്തേക്കായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഫുൾ പ്രിവിലേജ് ഉള്ളതിനെയാണ് ഈ പറഞ്ഞ ഫയലിൻ്റെ എക്സിക്യൂട്ട് പ്രിവിലേജ് ഉള്ളതിനെയാണ് ഈ പറഞ്ഞ പച്ച നിറത്തിൽ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ബാഷ് ഷെല്ല് ഉപയോഗിക്കാനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കളർ കോഡ് വെച്ചും വരും. എന്ന് വെച്ചാൽ ഷെല്ല് SHും ബാഷും വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഷ് കുറച്ച് അഡ്വാൻസ്ഡ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിന് കുറച്ചുകൂടെ റീഡബിൾ ആകുന്ന രീതിയിലായിരിക്കും ബാഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒറ്റ ഓട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഫയൽ, എന്താണ് ഫോൾഡർ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പം HCD എൻജിനെക്സ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫോൾഡേഴ്സ് ഉണ്ട്, ഫയൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എൻജിനെക്സിൻ്റെ ട്രീ ലൈക്ക് സ്ട്രക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. conf.d ഉണ്ടാവും, മൊഡ്യൂൾസ് അവൈലബിൾ ഉണ്ടാവും, മൊഡ്യൂൾസ് എനേബിൾഡ് ഉണ്ടാവും, സൈറ്റ്സ് അവൈലബിൾ, സൈറ്റ്സ് എനേബിൾഡ്, സ്നിപ്പറ്റ്സ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന കുറേ കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഓരോന്നും നോക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ് എൻജിനെക്സിൻ്റെ ഫയൽ സ്ട്രക്ചർ, എന്താണ് അതിൻ്റെ ഫയൽ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം എന്നാലും നിങ്ങൾക്ക് എൻജിനെക്സിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പോയി നോക്കണമെന്ന് മനസ്സിലാവുള്ളൂ. ആദ്യം തന്നെ നോക്കേണ്ടത് HCയിൽ എൻജിനെക്സ് എന്ന് പറഞ്ഞാൽ ഫോൾഡറിൽ പോയി നോക്കലാണ്. അതിനുശേഷം നിങ്ങൾ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബാക്കിയുള്ള കോൺഫിഗറേഷൻ വെച്ചിട്ടായിരിക്കും. അതിനകത്ത് നമുക്ക് നോക്കേണ്ടത് സൈറ്റ്സ് അവൈലബിളിനകത്ത് ഡീഫോൾട്ട് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ട്, അല്ലെങ്കിൽ സൈറ്റ്സ് എനേബിളിനകത്ത് ഡീഫോൾട്ടിനകത്തൊരു ഈ ഇത് സിംബോളിക് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഒരു ഫയലിനെ ഇങ്ങോട്ട് ലിങ്ക് ചെയ്തേക്കാം. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഫയലിനെ എടുത്ത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഉപയോഗിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഫയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ഉപയോഗിക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ VI എഡിറ്റർ ഉണ്ട്, അതാണ് നമ്മളുടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് എഡിറ്റർ. അല്ലെങ്കിൽ നാനോ ഉണ്ട്, G എഡിറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഫയലിനെ ക്യാറ്റ് ചെയ്യാണ്. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാൻ ക്യാറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ കൺകാറ്റനേറ്റ് ഫയൽസ് ആൻഡ് പ്രിൻറ്റ് ഓൺ ദി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ ഫയൽസിനെ കൺകാറ്റനേറ്റ് ചെയ്യുന്നു, അതിന് ശേഷം ആ ഫയലിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നു എന്ന് മാത്രമല്ല. ഇത് സേഫ് കമാൻഡാണ്, കാരണം നിങ്ങൾ ഫയലിനെ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു മാത്രം. അപ്പോൾ ഞാൻ പറയാണ് എനിക്ക് ഈ ഫയലിനൊന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ക്യാറ്റ് പറയുന്നത് ETC/etc എൻജിനെക്സ് റിലേറ്റീവ് പാത്തൊക്കെ പറഞ്ഞിരിക്കണം, അത് അറിയാതെ ചെയ്യാൻ പാടില്ല. അവൈലബിൾ ഡീഫോൾട്ട്. അപ്പോൾ ഡീഫോൾട്ട് എന്ന് പറഞ്ഞ ഫയലുണ്ട്, ആ ഫയലിനെ നോക്കലാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഫയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. യു ഷുഡ് ലുക്ക് അറ്റ് ദി ഫോളോവിങ് URL ഇൻ ഓർഡർ ടു ഗ്രാസ്പ്. എന്ന് വെച്ചാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജിനെക്സിൻ്റെ റിസോഴ്സസ് കാണാമെന്ന് പറയുന്നത്. അതിനുശേഷം പറയുന്നു ഡീഫോൾട്ട് സെർവർ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സെർവർ ബ്ലോക്ക് ഉണ്ടാവും. ആ സെർവർ ബ്ലോക്കിൽ എന്താണ് നിങ്ങൾ ഏത് പോർട്ടലാണ് നിങ്ങൾ ലിസൺ ചെയ്തെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം, അതിൻ്റെ റൂട്ട് ഫോൾഡർ എന്താണ്, അപ്പോൾ .www.html ആണ് അതിൻ്റെ എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് കോഡ്സ് ഉണ്ടാവുക, HTML ഫയൽ ഉണ്ടാവുക. ഏത് സെർവർ നെയിം എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, IP അഡ്രസ്സിൽ വിളിച്ചോട്ടെ, ഡൊമൈനിൽ വിളിച്ചോട്ടെ. എന്നാൽ ഈ പോർട്ട് നമ്പർ 80 ലിസൺ ചെയ്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പാത്തിൽ നിന്ന് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ PHP ഫയലാണെങ്കിൽ എങ്ങോട്ട് പോകണം എന്ന് വെച്ചാൽ ഇതിൻ്റെ റീഡയറക്ഷൻ എങ്ങനെ വേണം എന്ന് പറഞ്ഞു കൊടുക്കലാണ്. അതേപോലെ ഇപ്പം ഇത് ഒരു എക്സാമ്പിളാണ്, example.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൊമൈൻ ബേസ്ഡ് എങ്ങനെയാണ്
ഞാൻ അന്ന് പറഞ്ഞു IP ബേസ്ഡ് ഉണ്ട്, നെയിം ബേസ്ഡ് ഉണ്ട്, പോർട്ട് ബേസ്ഡ് ഉണ്ട്. അപ്പോൾ ഏത് തരം IP എന്ന് വെച്ചാൽ സെർവർ കോൺഫിഗറേഷനാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്. സാധാരണ ഡൊമൈൻ ബേസ്ഡ് ആണ്, കാരണം അതാണ് എളുപ്പമായി. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം എക്സാമ്പിൾ ഇത് എനേബിൾ ചെയ്തില്ല എന്ന് വെച്ചാൽ ഹാഷ് ഉള്ളതെല്ലാം ഡിസേബിൾ ചെയ്ത് ജസ്റ്റ് സാമ്പിളിന് വേണ്ടി വെച്ചേക്കുവാണ്. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു സെർവർ കോൺഫിഗറേഷൻ ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ പഠിച്ചുകൊണ്ട് വരേണ്ട, ഓൾറെഡി കോൺഫിഗറേഷൻ സെർവറിലുണ്ട്. ആ സെർവറിനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 80 പോർട്ടിൽ ലിസൺ ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ സെർവർ റണ്ണിങ് ആണ്, എന്നാൽ അത് റൺ ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ IP അഡ്രസ്സിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ട ഫസ്റ്റിലത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീനകത്ത് നിന്ന് ആ കോൺഫിഗറേഷൻ കിട്ടുന്നുണ്ടോ നോക്കലാണ്. അപ്പോൾ കേൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പം ബ്രൗസർ ഉപയോഗിക്കുന്നു, ആ ബ്രൗസറിലെ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് മെഷീനിൽ ഇതുണ്ടോ CLI കറുത്ത സ്ക്രീനിലും ബ്ലാക്ക് സ്ക്രീനിനകത്തൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് മെഷീനകത്ത് നിന്നുകൊണ്ട് പ്രോഗ്രാമാറ്റിക് ആക്സസ് കൊടുക്കുന്ന ഒരു ബ്രൗസറാണ് കേൾ എന്ന് പറഞ്ഞ കമാൻഡ്. നമുക്ക് നോക്കാം. അതിൻ്റെ കേൾ എന്ന് പറഞ്ഞത് ഒരു URL ട്രാൻസ്ഫർ ആണ്. എന്ന് വെച്ചാൽ ടൂൾസ് ഫോർ ട്രാൻസ്ഫറിങ് ഡേറ്റ ഫ്രം വൺ സെർവർ ടു അനദർ യൂസിങ് എന്ന് വെച്ചാൽ HTTP റിക്വസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഇങ്ങനെയുള്ള ഇത്രയും പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. FTP സപ്പോർട്ട് ചെയ്യും, HTTP, HTTPS, IMAP, POP3 കുറേ സാധനം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ പറഞ്ഞ കേൾ. അതെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ URL ട്രാൻസ്ഫർ ചെയ്യുന്നു മാത്രം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ മെഷീനകത്ത് നിന്നുകൊണ്ട് ലോക്കൽ കണക്ഷൻ നടക്കുന്നത് നോക്കണം. എന്ന് വെച്ചാൽ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മെഷീനാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് ലോക്കൽ ഹോസ്റ്റിൽ നിന്ന് 80ലേക്ക് കണക്ഷൻ നോക്കുമെന്ന് ചോദിച്ചാൽ അപ്പോൾ പറയുന്നു, നോക്കുക എനിക്കൊരു HTML റെസ്പോൺസ് തിരിച്ച് കിട്ടി. എന്താ പറയുന്നത്, വെൽക്കം ടു Nginx എന്ന് പറഞ്ഞിട്ട് റെസ്പോൺസ് കിട്ടി. കാരണം HTML ആണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. HTML സ്റ്റാർട്ട്സ് വിത്ത് HTML ടാഗ്, എൻഡ്സ് വിത്ത് HTML ടാഗ്. എന്ന് വെച്ചാൽ ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തപ്പോൾ 80 പോർട്ടിൽ ലിസൺ ചെയ്തു. ആ അതിൻ്റെ സെർവർ എന്ത് റെസ്പോൺസ് ചെയ്തു അല്ലേ. ക്ലയൻറ്റ് കൊടുത്തു, റെസ്പോണ്ട് ചെയ്തു. ആ റെസ്പോണ്ട് ചെയ്ത് എന്താണ്, വെൽക്കം ടു Nginx കാണുന്നു. എന്നാൽ എൻ്റെ ബ്രൗസറിൽ കാണാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സെർവറിനകത്തൊരു പ്രശ്നമില്ല, സെർവറിൻ്റെ സർവീസ് റണ്ണിങ് ആണ്, പുറത്തുനിന്ന് വരുന്ന കണക്ഷനാണ് പ്രശ്നം. ഓക്കെ. എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിന് ട്രാഫിക് അകത്തേക്ക് വരുന്നിടയ്ക്ക് എവിടെയോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ഗ്രൂപ്പ്സിലാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഇൻസ്റ്റൻസ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞില്ലല്ലോ, ഇത് പോയല്ലേ. സോ ഇതാണ് നിങ്ങളുടെ ഇൻസ്റ്റൻസ് എങ്കിൽ IP അഡ്രസ് ഉണ്ട്. ഓക്കെ. അതിനകത്ത് നിങ്ങളുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് AWSൽ. IP ടേബിൾസ് ഒക്കെ പോലെ തന്നെ IP ടേബിൾസ് സെക്യൂരിറ്റിയും കഴിഞ്ഞ് വരുന്നതാണ് IP ടേബിൾസ്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ആ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഗ്രൂപ്പിലേക്ക് പോകും. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അണ്ടർ നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി ഗ്രൂപ്പിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ഇൻബൗണ്ട് റൂൾസ് പറയാം. അതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തു SSH ഒള്ളി, SSHനെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. എവിടെ നിന്ന് വേണമെങ്കിലും വരാം. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഒരു HTTP സെർവർ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, HTTP പ്രോട്ടോകോൾ വരണം. അതിൻ്റെ പോർട്ട് നമ്പർ എത്രയാണ്, 80 ആണ്, ബൈ ഡിഫോൾട്ടാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, അതും എല്ലാ IP അഡ്രസ്സിൽ നിന്ന് വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ നോട്ട് എഴുതി കൊടുക്കുകയാണ്, ദിസ് ഈസ് ഫോർ HTTP ട്രാഫിക്. ഓക്കെ. ഞാൻ റൂൾ സേവ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ റൺ ചെയ്ത് നോക്കുമ്പോൾ I can see welcome to Nginx. കാരണം നേരത്തെ കണക്ഷൻ വരുന്നുണ്ട്, പക്ഷേ ആ കണക്ഷൻ പകുതി വഴിയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കാരണം കടത്തി വിടുന്നില്ല. സെക്യൂരിറ്റി AWSൻ്റെ ഫീച്ചറാണ്. AWS പറയുന്നു നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഒള്ളി SSH മാത്രം 22 പോർട്ട് മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങളുടെ ബ്രൗസറിൽ നിങ്ങളുടെ IP പോർട്ട് നമ്പർ കാണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞു ബ്രൗസർ എടുക്കുന്ന ബൈ ഡിഫോൾട്ട് പോർട്ട് നമ്പർ അസൈൻ ചെയ്യും. ഇത് ഞാനിപ്പോൾ HTTP ആയതുകൊണ്ടാണ്, HTTPS ആണെങ്കിൽ ഇതിൻ്റെ പോർട്ട് നമ്പർ 440 ചെയ്തിരിക്കും. അപ്പോൾ ഞാനിത് ഇൻസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെറ്റ്വർക്കിൽ ഞാൻ റീലോഡ് ചെയ്യുന്നു. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ, HTTP ആണ് എൻ്റെ ഹെഡർ. അതേപോലെ ഗെറ്റ് റിക്വസ്റ്റ് ആണ്. പോർട്ട് നമ്പർ ഈസ് ഓട്ടോമാറ്റിക്കലി അസൈൻഡ്. കാരണം നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ട സാധനം അതിനകത്ത് ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ HTTPS ആക്കുകയാണെന്ന് വെച്ചോ. കണക്ഷൻ പോവില്ല, കാരണം ഞാൻ എൻ്റെ 443 ഒരു സർവീസും ഞാൻ റൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ഹെഡേഴ്സ് കാണില്ല. 443 ലിസൺ ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ SSL കോൺഫിഗറേഷൻ വേണം, സെക്യൂരിറ്റി എൻക്രിപ്ഷൻ ചെയ്യണം. അതില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ ടൈം ഔട്ട് ആവും, കാരണം സെർവർ അങ്ങനെ ഒരു സാധനം ലിസൺ ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ദി എൻ കേസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കോഴ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കൽ മാത്രമാണ് എൻ്റെ ഉദ്ദേശം. എന്നാൽ നിങ്ങൾ വെറുതെ ഇപ്പം Nginx ഹൗ ടു ഇൻസ്റ്റാൾ Nginx എന്ന് പറഞ്ഞ് കോൺഫിഗർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലോഗ് പോസ്റ്റുകൾ ഒരുപാട് കിട്ടും, യൂട്യൂബ് വീഡിയോസ് ഒരുപാട് കിട്ടും. പക്ഷേ ഈ പ്രശ്നം നിങ്ങളുടെ സെർവറിൻ്റെ പ്രശ്നം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുക? കാരണം നിങ്ങളിപ്പോൾ ക്ലൗഡിലല്ല റൺ ചെയ്യുന്നത്, നിങ്ങൾ വെർച്വൽ ബോക്സിലാണ് റൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് ചോദിച്ചാൽ മനസ്സിലാവത്തില്ല. കാരണം അങ്ങനെ ഒരു യൂസ് കേസ് ചിലപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവത്തില്ല.
ഇതുണ്ടോ ദ സൈറ്റ് ക്യാൻ ബി റീസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ഒരുപാട് സമയം എടുത്തു റെസ്പോണ്ട് ചെയ്യാൻ. അതിനുശേഷം എന്ത് ചെയ്തു, ബ്രൗസർ തന്നെ പറയാണ് ഓക്കെ സ്റ്റോപ്പ് ദ കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. കാരണം ഒരുപാട് നേരം സെർവറിൻ്റെ റിസോഴ്സ് ഇങ്ങനെ ബ്രൗസറിൻ്റെ റിസോഴ്സ് ഇങ്ങനെ കളയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് കാര്യം നോക്കുക. ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് AWS എങ്ങനെയാണ് EC2 ഇൻസ്റ്റൻസ് ഉണ്ടാക്കാൻ നോക്കി. അതിനുശേഷം ഈ AWSൻ്റെ മുകളിൽ എങ്ങനെയാണ് Nginx ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി. അതിനുശേഷം Nginxൻ്റെ കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കി. ആ കോൺഫിഗറേഷൻ എങ്ങനെയാണ് ആ കോൺഫിഗറേഷൻ എടുത്തതെന്നുള്ളത് നോക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ട്രബിൾ ഷൂട്ട് ചെയ്തതിന് ശേഷം പോർട്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ റെക്ടിഫൈ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ Nginxൻ്റെ ഡിഫോൾട്ട് കോൺഫിഗറേഷൻ ഫയലിൽ നോക്കാം. ആ കോൺഫിഗറേഷൻ ഫയലിൽ പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു, പോർട്ട് നമ്പർ 80 ലിസൺ. ഞാനിപ്പോൾ കോൺഫിഗറേഷൻ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ VETC Nginx സൈറ്റ്സ് അവൈലബിൾ ഡീഫോൾട്ട്. അപ്പോൾ ഡീഫോൾട്ടിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു കോൺഫിഗറേഷൻ മാറ്റം വരുത്താൻ പോവാണ്. ഞാൻ പറയുകയാണ് പോർട്ട് 80 അല്ല, ഐ നീഡ് ടു കണക്ട് ഓൺ സൂഡോ പെർമിഷൻ. അപ്പോൾ ഞാൻ പറയാണ് 80ലാണ് ലിസൺ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ എപ്പോഴാണോ നിങ്ങളുടെ കോൺഫിഗറേഷനിൽ മാറ്റം വരുന്നത് അപ്പോൾ നിങ്ങളുടെ Nginx റീലോഡ് ചെയ്യണം, എന്നാലേ പുതിയ മാറ്റം വരത്തുള്ളൂ. അപ്പോൾ റീലോഡ് Nginx. അപ്പോൾ ഞാനത് സൂഡോ പ്രിവിലേജ് കൊടുക്കണം. സിസ്റ്റം സ്റ്റാറ്റസ് അത് ഫെയിലായി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കണം, എന്തുകൊണ്ട് ഫെയിലായി നോക്കണം. ഹോസ്റ്റ് ഫോണ്ട്. സോ ഞാനത് മൾട്ടിപ്പിൾ തവണ എഴുതിയെന്ന് തോന്നുന്നു. നോക്കട്ടെ, കോൺഫിഗറേഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക്. എന്ന് വെച്ചാൽ നിങ്ങൾ കോൺഫിഗറേഷനിൽ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ മിസ്റ്റേക്ക് വരും. നിങ്ങൾ ഇറിവേഴ്സിബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ ടെസ്റ്റാണ്. നിങ്ങൾ പക്ഷേ ഒരു പ്രൊഡക്ഷനിലിരിക്കുന്ന സാധനത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ നിങ്ങൾ എവിടെയാണ് മാറ്റം വരുന്നത് അറിയാൻ പറ്റത്തില്ല. ഇത് നല്ലൊരു എക്സാമ്പിളാണ്. കോൺഫിഗറേഷൻ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ കറ്റാസ്ട്രോഫി ഉണ്ടാകും. നിങ്ങൾക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വലിയ പാടായിരിക്കും. ചിലപ്പോൾ ജസ്റ്റ് ഒരു കോമയുടെ പേരിലൊക്കെ ആയിരിക്കും അത് ഫെയിലാവുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും റീലോഡ് ചെയ്യാണ്. സോ സിസ്റ്റം റീലോഡ്, സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നു, അബ്സല്യൂട്ട്ലി ഫൈൻ, റീലോഡ് Nginx ഹൈറ്റ്, അപ്പം കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ വീണ്ടും HTTP ഒഴിവാക്കി HTTP തന്നെ തിരിച്ചു വരുവാണ്. അപ്പം നേരത്തെ പറഞ്ഞ പ്രശ്നം വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റീച്ചബിൾ. കാരണം എന്താണ്, ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ IP പോർട്ട് നമ്പർ മാറ്റി, ലിസൺ ചെയ്യുന്ന പോർട്ട് നമ്പർ മാറ്റി. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നോക്കേണ്ട ഒരു കമാൻഡ് എന്ന് പറഞ്ഞാൽ SS സോക്കറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ കമാൻഡാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പോർട്ട് നമ്പർ 80 അസൈൻ ചെയ്തിട്ടുണ്ട് ഒരു സർവീസിന്, ലിസൺ ചെയ്യും ഫ്രം എനിവെയർ. അതേപോലെ 22 പോർട്ട് എനേബിൾ ആണ്. എന്ന് വെച്ചാൽ 80 പോർട്ട് എനേബിൾ ആണ്, പക്ഷേ IPv6 മാത്രമേ ഉള്ളൂ. എന്നാൽ IPv4 എന്തെങ്കിലും 80 മാത്രമേ അസൈൻ ചെയ്തിട്ടുള്ളൂ. സോ എന്ന് വെച്ചാൽ നമ്മുടെ IPൻ്റെ പോർട്ട് നമ്പർ മാറ്റി, എന്നാൽ നമ്മൾ എന്ത് ചെയ്തു, സെക്യൂരിറ്റി ഗ്രൂപ്പിൽ എനേബിൾ ചെയ്തിട്ടില്ല. സോ വി ആർ അഗെയിൻ എഡിറ്റിംഗ് ദി ഇൻബൗണ്ട് റൂൾ ആൻഡ് ദെൻ വി ആർ ആഡിങ് എ കസ്റ്റം റൂൾ. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നോക്കേണ്ടത് HTTP 80 എന്ന് പറഞ്ഞൊരു കസ്റ്റം പോർട്ടൊന്നുമില്ല. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് കസ്റ്റം TCP ഉണ്ടാക്കുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു 80 ആണ് ന്യൂ പോർട്ട്, അത് ലിസൺ ഫ്രം എനിവെയർ കസ്റ്റം HTTP പോർട്ട്. അതിനുശേഷം എപ്പോഴും ഡിസ്ക്രിപ്ഷൻ എഴുതണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ അടുത്ത ആൾ വരും എന്തിനാണ് ഇതിൽ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. സോ വി നീഡ് ടു ഗീവ് എ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് എനേബിൾ ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും റൺ ചെയ്യുന്നു. Because it won't run because the server is not listening on 80. Now we need to add the port manually. കാരണം എന്ന് വെച്ചാൽ എന്ത് ചെയ്തു, പോർട്ട് നമ്പർ ചേഞ്ച് ചെയ്തു. ആ ചേഞ്ച് ബ്രൗസറിന് അറിയില്ല, ബ്രൗസർ അറിയുന്നത് HTTP 80 മാത്രമാണ്. സോ വി ഹാവ് ചേഞ്ച് ദി പോർട്ട് നമ്പർ. അപ്പോൾ പോർട്ട് നമ്പർ മാറ്റി കൊടുത്തപ്പോൾ സർവീസ് ലിസൺ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പോർട്ട് ബേസ്ഡ് IP ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പോർട്ട് ബേസ്ഡ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ സിംഗിൾ കോൺഫിഗറേഷനാണ് സെർവറിൻ്റെ, എന്നാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെർവേഴ്സ് നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങളുടെ ഒരു മെഷീനെ നിങ്ങൾക്ക് ഒരുപാട് തരത്തിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ വ്യത്യസ്തമായ പോർട്ട് നമ്പർ ഉപയോഗിച്ച് വ്യത്യസ്തമായ സർവീസ് റൺ ചെയ്താൽ മതി. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മെഷീനിൽ തന്നെ ഒരുപാട് സെർവേഴ്സ് റൺ ചെയ്യാം.
അപ്പോൾ ഇത് വൺ ഓഫ് ദി മെത്തേഡാണ്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പോർട്ട് നമ്പർ അസൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ഒരു 10-100 വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോസ്റ്റ് ചെയ്യാം. അപ്പോൾ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസറിൽ പറഞ്ഞു കൊടുക്കണം എപ്പോഴും പോർട്ട് നമ്പർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ബ്രൗസർ എപ്പോഴും 80ലാണ് ട്രൈ ചെയ്തോളൂ. അപ്പോൾ അതൊരു നല്ല എഫക്റ്റീവ് മെത്തേഡൊന്നുമല്ല. ആ മെത്തേഡ് എവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പ്രോക്സി ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് വാല്യൂ ചെയ്യുന്നുള്ളൂ. ഈ പറഞ്ഞ പോർട്ട് ബേസ്ഡ് IP അഡ്രസ് ഹോസ്റ്റിംഗ്, പോർട്ട് ബേസ്ഡ് ഹോസ്റ്റിംഗ്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ IP ബേസ്ഡ് ഹോസ്റ്റിംഗ് ആണ്. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം എൻ്റെ IP അഡ്രസ് ഇല്ലാത്തതിൻ്റെ പേരിൽ. ഒന്നുമില്ല, നമ്മളെന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ലിസൺ ഓൺ സർട്ടൺ IPs നേരത്തെ പറഞ്ഞില്ല 80 എന്തുകൊണ്ട് എനേബിൾ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാരണം. ഉണ്ടോ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു IPv6 വേർഷൻ 6 നിന്ന് വരുവാണെങ്കിൽ 80ലാണ് ലിസൺ ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് നമ്മളുടെ ഡിഫോൾട്ട് സെർവർ. ഓക്കെ, എന്നാൽ ഈ പോർട്ട് നമ്പർ മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ സെർവറിന് വേറെ സെർവർ കോൺഫിഗറേഷൻ ഇടുന്നു. ഇവിടെ സെർവർ നെയിം ഉണ്ട്, അണ്ടർസ്കോർ ഇട്ടുന്നുണ്ടോ. അണ്ടർസ്കോർ എന്ന് പറഞ്ഞാൽ എനി IP അഡ്രസ് അല്ലെങ്കിൽ എനി ഡൊമൈൻ നെയിം ഈസ് ഫൈൻ. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഏതൊരു കണക്ഷൻ കമ്മിങ് ടു 8080 എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ var/www.html എന്നുള്ള ഫോൾഡറിൽ നിന്നുള്ള സാധനമാണ് സെർവ് ചെയ്യുക. ഉദാഹരണം ഞാനത് കാണിച്ചു തരാം. var/www.html. അപ്പോൾ എന്ത് ചെയ്തു, അതിനകത്ത് nginx ഡൊമെയിൻ HTML ഒരു HTML പേജ് ഉണ്ട്. ആ HTML പേജാണ് നമുക്കിപ്പോൾ കാണിച്ചു തന്നത്. HTML ഇൻഡെക്സ് അതാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താ, വെൽക്കം ടു nginx എന്ന് പറഞ്ഞ ഫയൽ കണ്ടത്. എന്ത്, ഇതിനകത്തൊരു സ്റ്റാറ്റിക് HTML കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റാണ് നമ്മളെ തിരിച്ച് കാണിച്ചു തന്നത് nginx റൺ ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ പറയുമ്പോൾ കുറേ പറഞ്ഞു അല്ലേ. എന്ന് വെച്ചാൽ നിങ്ങളുടെ തിരിച്ചു കൊണ്ടുപോകണം. ഓക്കെ, നിങ്ങളുടെ ലിസണിങ് എന്താണോ അതിൻ്റെ ബേസിസിൽ നിങ്ങളുടെ സെർവർ കോൺഫിഗറേഷൻ നോക്കിയതിന് ശേഷമായിരിക്കും നിങ്ങളുടെ എവിടെ നിന്ന് സെർവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് രണ്ടും മാച്ച് ചെയ്യണം. ഇതിപ്പം പറഞ്ഞു കൊടുത്ത് 80 വന്നു, പക്ഷേ എന്നാൽ ഞങ്ങൾക്ക് ഏത് IP ആയാലും കുഴപ്പമില്ല. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് സെർവർ നെയിമിൻ്റെ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, IP അഡ്രസ്സിൽ നിന്ന് വന്നാൽ മാത്രമേ നിങ്ങൾ സെർവ് ചെയ്യേണ്ട കാര്യമുള്ളൂ, വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും, സെർവറിന് വരെ നിങ്ങളുടെ IP അഡ്രസ്സ് കൊടുക്കും, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. പക്ഷേ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ IP അഡ്രസ്സ് എപ്പോഴും തീർന്നു പോകും. കാരണം എന്ന് വെച്ചാൽ ഒരു സെർവറിന് ഒരു IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. IP അഡ്രസ്സിന് പൈസ ഉണ്ട്, ആ പൈസ എക്സ്പെൻസീവ് ആണ്. സോ അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, നെയിം ബേസ്ഡ് ഹോസ്റ്റിങ്ങിലേക്ക് പോകുന്നത്. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കാണിച്ചുണ്ടോ example.com നിങ്ങളുടെ ഡൊമൈൻ നെയിം സർവീസ് ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞ സെർവിങ് നടത്തുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വെബ് ബ്രൗസറിൽ നിങ്ങൾ കൊടുക്കുന്ന സെർവറിൻ്റെ ഹെഡർ ഉണ്ടാവും, റിക്വസ്റ്റഡ് URL ഉണ്ടാവും. അതിനകത്തുള്ള ഹെഡേഴ്സിനകത്ത് റിക്വസ്റ്റ് ഹെഡേഴ്സിനകത്ത് നിങ്ങളുടെ ഹോസ്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഹോസ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ എന്ത് റെസൊല്യൂഷൻ നടക്കുക. എന്ന് വെച്ചാൽ ഫസ്റ്റിൽ ഇതിനെ ഒരു ഡൊമൈൻ നെയിമിനെ IP അഡ്രസ് കൺവേർട്ട് ചെയ്യുമ്പോൾ IP അഡ്രസ്സിനെ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും പറഞ്ഞ് വെബ് സെർവറിൽ എത്തുക. എന്നാൽ എന്ത് ഹോസ്റ്റ് ആണെന്നുള്ള ഡൊമൈൻ നെയിമിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം aesrex.com, അപ്പം ഞാനത് ഇൻസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ട്രാഫിക് എടുക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഹെഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ റിക്വസ്റ്റ് ഹെഡേഴ്സിനകത്ത് റെഫറർ ആരാണെന്ന് പറയുന്നുണ്ട്. aesrex.com. പക്ഷേ അതിനകത്ത് ഹോസ്റ്റ് ഞാനത് ഡിസേബിൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡിസേബിൾ ആയിരിക്കും. വേറെ എന്തെങ്കിലും സൈറ്റ് നോക്കാം. ഫോർ എക്സാമ്പിൾ ഏതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്, amazon.com. ഇപ്പോൾ amazon.com-ലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഹെഡേഴ്സിനകത്ത് റിക്വസ്റ്റ് ഹെഡേഴ്സ് അതും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഹെഡേഴ്സ് ഒന്നും അധികാരം കാണിക്കത്തില്ല ബ്രൗസറിൽ. എന്ന് വെച്ചാൽ അത് സെക്യൂരിറ്റി ഫീച്ചറാണ്. അപ്പോൾ ഇതിനകത്ത് ഹെഡേഴ്സ് പറയുമ്പോൾ നിങ്ങളുടെ ഏതാണോ ഡൊമൈൻ, ആ ഡൊമൈൻ അവിടെ കാണിച്ചു കൊടുക്കും. ആ ഡൊമൈനാണ് പിന്നീട് നമ്മളുടെ സെർവറിൽ ഈ പറഞ്ഞ ഹോസ്റ്റ് ഹെഡറിലേക്ക് വരുന്നത്. ഹോസ്റ്റ് ഹെഡറാണ് പറഞ്ഞ സെർവർ നെയിമായിട്ട് മാറുന്നത്. എന്ന് വെച്ചാൽ അത് മാച്ചിങ് ആണെങ്കിൽ ഓക്കെ, ഒന്ന് പോർട്ട് നമ്പർ മാച്ചിങ് ആണോ നോക്കും, അതുപോലെ തന്നെ നമ്മളുടെ എന്ത് ചെയ്യും ഹെഡർ മാച്ചിങ് ആണോ നോക്കും. ഇത് രണ്ട് മാച്ചിങ് ആണെങ്കിൽ യു ക്യാൻ ഗോ ഇൻ, അതർവൈസ് യു ആർ ഡിനൈഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് nginx ഒരു റിവേഴ്സ് പ്രോക്സി അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങളുടെ സെർവറിലേക്ക് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് nginx ആയിരിക്കും ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ കയറാൻ പറ്റുന്ന ആളാണോ ഇല്ലയോ നോക്കുന്നത് ഇവിടെയാണ്. സോ ദേ ആർ റിജക്റ്റിംഗ് യുവർ റിക്വസ്റ്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട്. ഓക്കെ, നമ്മൾ ഇനി ഫയൽ സ്ട്രക്ചറിലേക്ക് ഒന്നുകൂടെ പോകാം. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. സെർവർ കോൺഫിഗറേഷൻ ഞാൻ മുഴുവൻ പറഞ്ഞിട്ടില്ല, അത് നാളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. കാരണം അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഇനി തന്നെ എന്താണ് അതിൻ്റെ ഓരോ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഡയറക്റ്റീവ്സ് അതൊക്കെ ഞാൻ നോക്കണം സെർവറിൻ്റെ.
ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ട്രീ ലൈക്ക് സ്ട്രക്ചർ /etc nginx. അപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ സൈറ്റ്സ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈറ്റ് കോൺഫിഗറേഷൻ ആയിരിക്കും, സെർവർ കോൺഫിഗറേഷൻ ആയിരിക്കും. എനേബിൾഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, എനേബിൾഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംബോളിക് ലിങ്ക് ആയിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്കൊരു സൈറ്റിനെ പെട്ടെന്ന് അപ്പാക്കാനും ഡൗൺ ആക്കാനും പറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഫിഗറേഷൻ ഡിലീറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ആ സിംബോളിക് ലിങ്ക് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സിംലിങ്ക് ചെയ്യാം. അത് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡോ മൈക്രോ സെക്കൻഡോ ഒരു പണിയുള്ളൂ. എന്ന് വെച്ചാൽ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുക, അത് ഷെൽ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഷെൽ സ്ക്രിപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത് രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ സൈറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങളുടെ കോൺഫിഗറേഷനിലേക്ക് ആ സൈറ്റ്സ് വരത്തില്ല. കാരണം എന്താണെന്ന് ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അത് എനേബിൾഡിലേക്ക് വന്നാൽ മാത്രമേ, സിംബോളിക് ലിങ്കായിട്ട് കണക്ട് ചെയ്ത് റെഫർ ചെയ്താൽ മാത്രമേ ഇത് രണ്ടും വർക്ക് ചെയ്യുള്ളൂ സൈറ്റ്. ഇപ്പോൾ ഇത് ഞാൻ ഡിലീറ്റ് കളഞ്ഞാൽ ഇപ്പം സൈറ്റ് ഡൗൺ ആവും. ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. പിന്നത്തെ കോൺഫിഗറേഷനാണ് conf.d എന്ന് പറഞ്ഞ ഫോൾഡർ. ഈ ഫോൾഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കോൺഫിഗറേഷനാണ് എൻജിനെക്സിൻ്റെ. എന്ന് വെച്ചാൽ വാട്ട് എവർ ദ കോൺഫിഗറേഷൻ വിത്തിൻ ദിസ് conf.d ഫോൾഡർ ഈസ് ടേക്കൻ എവ്രിവെയർ, എല്ലായിടത്തും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കോൺഫിഗറേഷൻ നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്പെസിഫിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ conf.d എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കോൺഫിഗറേഷൻ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോക്സി ആക്ട് ആക്ട് ചെയ്യണം, എങ്ങനെ ലോഡ് ബാലൻസർ ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെർവർ അങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഗ്ലോബൽ കോൺഫിഗറേഷനാണ് ആദ്യം എടുക്കുക, പിന്നീട് വേണമെങ്കിലാണ് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ കോൺഫിഗറേഷൻ എടുക്കുക. എന്നാൽ ഇതിനെ നിങ്ങൾക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ കോൺഫിഗറേഷൻ വരുമ്പോൾ ഗ്ലോബൽ കോൺഫിഗറേഷൻ ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഗ്ലോബൽ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുന്ന സമയത്തൊക്കെ security.conf ഒക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാറുണ്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞ റേറ്റ് ലിമിറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മൈം ടൈപ്സ് എന്ന് പറഞ്ഞാൽ, മൈം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൾട്ടിപർപ്പസ് ഈ ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻസ് ആണ്. എന്ന് വെച്ചാൽ കണ്ടന്റ് ടൈപ്സ് ആണ്. എന്ന് വെച്ചാൽ JSON ആണോ, PNG ആണോ, അല്ലെങ്കിൽ HTML ആണോ, XML ആണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് മൈം ടൈപ്സിലാണ്. അപ്പോൾ നോക്കാം. nginx conf.d മൈം ടൈപ്സ്. ഓക്കെ, ഒരു ഫയലില്ല. nginx conf.d. അപ്പോൾ തൽക്കാലത്തേക്ക് അതിനകത്തൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഫാസ്റ്റ് GG ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്ലോബൽ കോൺഫിഗറേഷൻ ആണ്. എപ്പോഴും ഇതിനകത്ത് ഇടുന്ന ഫയലിൽ നിങ്ങൾ എപ്പോഴും nginx കോൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇടുമ്പോൾ സൂക്ഷിച്ചിടുക. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്നിപ്പെറ്റ്സ്. അത് ഈ പറഞ്ഞ നിങ്ങളുടെ കോഡ് സ്നിപ്പെറ്റ്സ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള സെർവർ സ്നിപ്പെറ്റ്സ് ഉണ്ടാകും. അതൊക്കെ ഇടുന്നത് സ്നിപ്പെറ്റ്സ് ഫോൾഡറായിരിക്കും. അത് ഇവിടെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പറയുന്നത് ഇത് ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഏത് ഒരു സാധനം ഉണ്ടാക്കുമ്പോഴും ഹൈറാർക്കിക്കലി അത് കറക്റ്റ് ആയിരിക്കണമല്ലോ. എന്ന് വെച്ചാൽ കാണാൻ വൃത്തിയുണ്ടാവണം. അതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ സെഗ്രിഗേഷൻസ്. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഒറ്റ ഫയലിലേക്ക് വിടാം. അതാണ് നമ്മളുടെ nginx.conf. അതാണ് നമ്മൾ cat etc nginx.conf. ഇതാണ് നമ്മളുടെ ഗ്ലോബൽ കോൺഫിഗറേഷൻ. എന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ nginxൻ്റെ കോൺഫിഗറേഷൻ. ഇതിലേക്കാണ് ബാക്കിയുള്ളതിനെ കൊണ്ട് നമ്മൾ പ്ലഗ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സെഗ്രിഗേഷൻ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ആ സെഗ്രിഗേഷൻസ് എല്ലാം കൂടെ വന്ന് കൂടുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ nginx.conf-ലായിരിക്കും. അവിടെയാണ് നമ്മളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ ഏത് യൂസറായിട്ടാണ് റൺ ചെയ്തത്, നമ്മളുടെ വർക്ക് പ്രോസസ്സ് എങ്ങനെയാണ്, നമ്മൾ nginx വർക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞുതരാം. ഹൗ nginx വർക്ക്സ്, അതിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പ്രോസസ് ID എവിടെ സ്റ്റോർ ചെയ്യണം, അതിൻ്റെ എറർ ലോഗ്സ് എവിടെയായിരിക്കും, അതിനകത്ത് എന്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് മൊഡ്യൂൾസ് എനേബിൾഡ് start.conf. ഇവിടെയാണ് നമ്മൾ പറഞ്ഞെടുക്കുന്നത് നിങ്ങൾ മൊഡ്യൂൾസ് എനേബിൾഡിനകത്തുള്ള എല്ലാ സൈറ്റ്സിൻ്റെ കോൺഫിഗറേഷനും കൊണ്ടുവരണം. എന്നിട്ട് വേണം, അപ്പോഴാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ കോൺഫിഗറേഷൻ കാണാൻ പറ്റുള്ളൂ. ഇത് ഡിലീറ്റ് ചെയ്താൽ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ മൊഡ്യൂൾസ് ഡോട്ട് എനേബിൾഡ് എന്നാണ് നിങ്ങളുടെ കോൺഫിഗറേഷൻ പുള്ള് ചെയ്യുന്നത്. ആ പുള്ള് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഗറേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റ് അപ്പ് ആവില്ല. അതാണ് ഈ പറഞ്ഞ ഇൻക്ലൂഡ് ഡയറക്റ്റീവ്. അതിനുശേഷം ഇവൻറ്റ്സ് പറയുന്നുണ്ട്, എത്രയാണ് വർക്കർ കണക്ഷൻസിൻ്റെ എത്ര ഇവൻറ്റ്സ് ഹാൻഡിൽ ചെയ്യണം. ഇത് പറഞ്ഞ സെർവർ പ്രൊഡക്ഷൻ റെഡി ആകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ ഡയറക്റ്റീവ്. അതിനുശേഷമാണ് HTTP എന്ന് പറഞ്ഞ ഡയറക്റ്റീവ് വരുന്നത്. അതിനകത്താണ് നമ്മൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ സെർവർ സ്പെസിഫിക് ആയിട്ടുള്ള HTTP പ്രോട്ടോക്കോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. FTP ഹാൻഡിൽ ചെയ്യാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ഡയറക്റ്റീവ് ഉണ്ട്. പണ്ട് ഇമെയിലിന് വേണ്ടിയിട്ട് മെയിൽ ഡയറക്റ്റീവ് ഉണ്ട്. ഇപ്പം നമ്മൾ HTTP മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ HTTPയിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ മൈം ടൈപ്സ് എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഈ പറഞ്ഞ മൈം ടൈപ്സ് ഏതാണ് ഡിഫോൾട്ട് മൈം ടൈപ്പ്. ഇപ്പോൾ ഒക്ടറ്റ് സ്ട്രീമാണ് ഡിഫോൾട്ട് മൈം ടൈപ്സ്. അതേപോലെ SSL കോൺഫിഗറേഷൻ, അതിൻ്റെ പ്രോട്ടോക്കോൾസ്, ആക്സസ് ലോഗ് അവിടെ കിടക്കുന്നു. GCP ഇതിൻ്റെ
gzip കോൺഫിഗറേഷൻ ഉണ്ട്. അത് conf.d എന്നാണ് വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നതാണ് ഈ വെർച്വൽ കോൺഫിഗറേഷൻസ് ആണ് ഇവിടെ. വെർച്വൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെർവർ കോൺഫിഗറേഷൻ ആണ്. വെർച്വൽ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൾട്ടിപ്പിൾ ഡൊമൈൻ ബേസ്ഡോ അല്ലെങ്കിൽ IP ബേസ്ഡോ പോർട്ട് ബേസ്ഡോ ഹോസ്റ്റിംഗ് ആയിരിക്കും. അത് എവിടെ നിന്ന് വരുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ conf.dയിൽ നിന്നും സൈറ്റ്സ് എനേബിളിൽ നിന്ന് വരുന്നു. conf.d എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കോൺഫിഗറേഷനും അതേപോലെ സൈറ്റ്സ് എനേബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെർച്വൽ ഹോസ്റ്റ് കോൺഫിഗറേഷൻ ആയിരിക്കും. ഇവിടെയാണ് നിങ്ങളുടെ സാധനം കൊണ്ടുവന്ന് അടിഞ്ഞു കൂടുന്നത്. ഓക്കെ, സോറി, ഇത് മൊഡ്യൂൾസ് എനേബിൾഡ് ആണ്. അത് നേരത്തെ പറഞ്ഞാൽ അപ്പാഷയൊക്കെ മൊഡ്യൂൾ ബേസ്ഡ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മൊഡ്യൂൾസ് നമുക്കത് നോക്കാം. മൊഡ്യൂൾസ് എനേബിൾഡ് നോക്കാം. അതിനുശേഷം സെർവർ മെയിൽ കോൺഫിഗറേഷൻ ഉണ്ട്. മെയിൽ സെർവർ കോൺഫിഗറേഷൻ നോക്കുന്നില്ല, എന്ത് പ്രോട്ടോക്കോളാണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ മറ്റേ ഒന്ന് നോക്കട്ടെ. ETC Nginx മൊഡ്യൂൾസ് എനേബിൾഡ്. അതിനകത്തൊരു മൊഡ്യൂൾ ഇപ്പോൾ എനേബിൾഡ് അല്ല, 0 കോൺഫിഗറേഷൻ ആണ്. എന്തെങ്കിലും മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൊഡ്യൂൾസ് കൊണ്ടുവന്ന് ഇതിനെ കസ്റ്റമൈസ് ചെയ്യണം ഈ സെർവറിന്. സോ ദാറ്റ് ഈസ് ദാറ്റ്. ഇത്രയേ ഉള്ളൂ. മൊഡ്യൂൾസ് അവൈലബിൾ എന്താ നോക്കട്ടെ. മൊഡ്യൂൾസ് അവൈലബിൾ, സൈറ്റ്സ് അവൈലബിൾ ഉണ്ട്, മൊഡ്യൂൾസ് അവൈലബിൾ ഉണ്ട്, സൈറ്റ്സ് എനേബിൾ ഉണ്ട്, മൊഡ്യൂൾസ് എനേബിൾ ഉണ്ട്. ഓക്കെ, അപ്പം മൊഡ്യൂൾസ് ഒന്നും എനേബിൾ ചെയ്തിട്ടില്ല. മൊഡ്യൂൾസ് എന്തൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നോക്കണ്ട. കാരണം നമ്മൾ എല്ലാ ഫീച്ചറും ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് ആണ്. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടൊന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. എന്നാൽ അപ്പാഷയിൽ നിങ്ങൾ മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം അതാണ് അപ്പാഷയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. Nginx ആണ് അപ്പാഷയേക്കാൾ ഫാസ്റ്റ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ആർക്കിടെക്ചർ പറയുന്ന സമയത്ത് പറയാം. Okay, I hope you understand the session. This is all about Nginx. ഇതാണ് ഹൗ എന്ന് പറഞ്ഞ ടെർമിനോളജി. ട്രബിൾ ഷൂട്ട് ചെയ്യലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഈ പറഞ്ഞ ട്വീക്ക് നടത്തേണ്ടത് ഈ പറഞ്ഞ കോൺഫിഗറേഷനിലാണ്. ആ കോൺഫിഗറേഷൻ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ സൈറ്റ് ഡൗൺ ആവും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. സോ we'll see in the next session and probably I can explain the architecture of Nginx. Yeah? Thank you very much. Talk to you. Bye-bye.